നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വീണ്ടും വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകനെയാണ് ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ രാജ്യദ്രോഹം, ഭീകരവാദം എന്നീ കുറ്റങ്ങൾ ചുമത്തി സൗദി അറേബ്യ മാധ്യമ പ്രവർത്തകൻ തുർക്കി അൽ ജാസറിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. രാജ്യദ്രോഹ കുറ്റത്തിന് കടുത്ത ശിക്ഷ നൽകിക്കൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ രംഗത്ത് വന്നത്. രാജ്യത്തിനെതിരെ ചാരവൃത്തി, ഭീകരതയ്ക്ക് ധനസഹായം നൽകൽ തുടങ്ങിയ കുറ്റത്തിന് അറസ്റ്റിലായ സൗദി പൗരനാണ് ശനിയാഴ്ച റിയാദിൽ വധശിക്ഷ നൽകിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കും വിധം വിദേശ കക്ഷികളുമായി ആശയവിനിമയം നടത്തിയതായും പ്രതിക്കെതിരെ കുറ്റമുണ്ട്. ആഭ്യന്തര സുരക്ഷ, ദേശീയ ഐക്യം, രാജ്യത്തിന്റെ സ്ഥിരത എന്നിവ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് തുകകൾ സ്വീകരിക്കുന്നതടക്കം നിരവധി ഭീകര കുറ്റകൃത്യങ്ങൾ സൗദി പൗരനായ തുർക്കി ബിൻ അബ്ദുൽ അസീസ് ബിൻ സാലിഹ് അൽ ജാസർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു. നേരത്തെ സൗദി സുരക്ഷാ അധികാരികൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ കുറ്റവാളി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും തെളിഞ്ഞു. തുടർന്ന് ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പീൽ കോടതിയും സുപ്രീം കോടതി ശിക്ഷാവിധി ശരിവെക്കുകയും തുടർന്ന് ഒരു രാജകീയ ഉത്തരവ് പ്രകാരം ശരിയത്ത് വിധി അനുസരിച്ച് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനോ നിരപരാധികളായ സാധാരണക്കാരെ ആക്രമിക്കാനോ ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കും സുരക്ഷ നിലനിർത്തുന്നതിനും നീതി കൈവരിക്കുന്നതിനും ഇസ്ലാമിക ശരീഅത്തിന്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുമുള്ള സൗദി അറേബ്യൻ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അടിവരയിട്ടു. യാതൊരു തരത്തിലുള്ള ഭീകരവാദവും വെച്ചുപുറപ്പിക്കാത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ. വികസനത്തിന് മുൻതൂക്കം നൽകുന്ന രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ തെറ്റുപോലും വലിയ ശിക്ഷയായി തന്നെയാണ് സൗദി അറേബ്യ വിധിക്കാറുള്ളത്. അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏതൊരാൾക്കും ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള ശിക്ഷകൾ നൽകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. സൗദി രാജകുടുംബത്തിലെ അഴിമതി ആരോപണങ്ങൾ രേഖപ്പെടുത്തിയ ഒരു അതായത് അന്ന് ട്വിറ്റർ അക്കൗണ്ടിന് പിന്നിൽ അൽ ജാസർ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ അധികൃതർ 2018 ഈ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഉപകരണങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു. 2018 ഒക്ടോബറിൽ തുർക്കിയിലെ ഇസ്താംബൂളിൽ സൗദി കോൺസുലേറ്റിൽ കൊല്ലപ്പെട്ട വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോഗി ഉൾപ്പെടെയുള്ള സൗദി എക്സ് ഉപയോക്താക്കളും പത്രപ്രവർത്തകരെയും ചാരപ്പണി ചെയ്തതായി സൗദി ഉദ്യോഗസ്ഥർ ആരോപിച്ചിട്ടുണ്ട്. സൗദി രാജകുടുംബത്തിലെ അഴിമതി ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഭരണകൂടം വിശ്വസിച്ചതിനാൽ 7 വർഷത്തേക്ക് തടങ്കലിൽ വെച്ചിരുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ തുർക്കി അൽ ജാസറിനെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിൽ ഞങ്ങൾ രോഷാകുലരാണ് എന്നാണ് CPJ, അതായത് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ചീഫ് പ്രോഗ്രാം ഓഫീസർ കാർലോസ് മാർട്ടിനസ് ഡി ലാനേസറിന പറഞ്ഞിരിക്കുന്നത്. ജമാൽ ഖഷോഗിക്ക് നീതി ലഭ്യമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടത് ഒരു പത്രപ്രവർത്തകനെ മാത്രമല്ല, യഥാർത്ഥ ഭരണാധികാരി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മാധ്യമങ്ങളെ പീഡിപ്പിക്കുന്നത് തുടരാൻ അത് ധൈര്യപ്പെടുത്തി. ഇന്ന് മറ്റൊരു സൗദി പത്രപ്രവർത്തകൻ അതിന്റെ വില കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ, അറബ് വസന്തം, അഴിമതി തുടങ്ങിയ സെൻസിറ്റീവ് വിഷയങ്ങളെ കുറിച്ച് എഴുതിയിരുന്ന ഒരു പ്രമുഖ സൗദി പത്രപ്രവർത്തകരായിരുന്നു അൽ ജാസർ എന്നാണ് പറയപ്പെടുന്നത്. 2013 2015 ഇടയിൽ ഇപ്പോൾ അടച്ചുപൂട്ടിയ സൗദി പത്രമായ അൽ തക്രീറിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ബ്ലോഗിലും ധാരാളം എഴുത്തുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ തടങ്കലിലായിരിക്കുമ്പോൾ അൽ ജാസർ നിർബന്ധിതമായി കാണാതാവുകയും നിയമപരമായ പ്രാതിനിധ്യത്തിനും കുടുംബത്തിനും പ്രവേശനം നിഷേധിക്കപ്പെടുകയും നിരവധി തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തുവെന്നും ആരോപിക്കപ്പെടുന്നു.